UDF അധികാരത്തിൽ വന്നാൽ LDF സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരള മദ്യനിരോധന സമിതിയുടെ 47ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ LDF സർക്കാരിന്റെ തെറ്റായ മദ്യനയം തിരുത്തുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മദ്യനിയന്ത്രണാധികാരം തിരിച്ചു നൽകുക, സ്കൂൾ തല മുതൽക്കേ പാഠപുസ്തകങ്ങളിൽ ലഹരി വിരുദ്ധ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുക എന്നീ മദ്യനിരോധന സമിതി ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ പ്രഖ്യാപിച്ചു. മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന കേരള മദ്യനിരോധന സമിതിയുടെ 47ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾ ആശുപത്രി തുടങ്ങി കുറെ കൂടി മരുന്ന് ഇപ്പൊ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ എല്ലാവരുടെ ആരെങ്കിലും ഒരാളുടെ പ്രായമുള്ള ആരെങ്കിലും ഒരാളുടെ തലയുടെ ഇടയിൽ ഒരു മരുന്നിന്റെ കവറുണ്ടാവും അല്ലേ? ഇപ്പൊ വലിയ പാട്ടയാണ് ചെപ്പ മരുന്നിന്റെ. ഒരു 4-5 വർഷത്തിനുള്ളിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ബക്കറ്റിൽ ആ ബക്കറ്റിലായിരിക്കും എല്ലാ വീട്ടിലും മരുന്ന് സൂക്ഷിക്കാൻ പോകും. വേറൊന്നും കഴിക്കേണ്ടി വരില്ല, ഇത്രയും മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കാം. അങ്ങനെ രോഗാതുരമായ ഒരു സമൂഹമാണ് കേരള സമൂഹം എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടാകും. ഞാൻ നിങ്ങൾ നടത്തുന്ന പോരാട്ടങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളെ ആക്ഷേപിക്കുന്നവരുണ്ട്, നിങ്ങളെ പരിഹസിക്കുന്നവരുണ്ട്, ഇല്ലേ? നിലമ്പൂർ വന്നപ്പോ പ്രചരണം നടത്താൻ വന്നപ്പോ തല്ലുകൂടി ചെയ്തു, അടിക്കുകൂടി ചെയ്തു. എന്നിട്ട് അത് നിർത്തിയില്ല. ഈ പരിഹാസവും ഈ കളിയാക്കലും ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് നിങ്ങളൊരു കോഴ്സിന് വേണ്ടി നിൽക്കുകയാണ്. അതിന് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുണ്ടാകും. സാധാരണ ഗതിയിൽ വന്നു കഴിഞ്ഞാൽ പ്രായമുള്ള ആളുകൾ മാത്രമേ കാണാറുള്ളൂ മദ്യനിരോധന സമിതി. ഇത് കുറെ ചെറുപ്പക്കാർ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇത്തരം ലഹരികളും അനേകം കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് തള്ളി വിടുന്നുണ്ടെന്നും മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്ന അതിക്രൂരമായ അനേകം സംഭവങ്ങൾ അടുത്ത കാലത്ത് കൂടി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഘട്ടം ഘട്ടമായി ലഹരി ഉപയോഗം കുറയ്ക്കുമെന്ന വാഗ്ദാനം നൽകി ഇടതുപക്ഷ സർക്കാർ ചെയ്തത് ഘട്ടം ഘട്ടമായി മദ്യവിൽപ്പന വർദ്ധിപ്പിക്കുകയാണ്. മദ്യവിൽപ്പന കൊണ്ട് വരുമാനം കൂടില്ലെന്നും മറിച്ച് ചികിത്സയ്ക്കും ക്രമസമാധാന പരിപാലനത്തിനും ചെലവ് കൂടുമെന്നും സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനിശ്ചിതകാല മലപ്പുറം സത്യാഗ്രഹം 3ാം വർഷത്തിലേക്ക് പ്രവേശിച്ചതിന്റെ പ്രഖ്യാപനം സത്യാഗ്രഹ സമിതി രക്ഷാധികാരി കൂടിയായ P. ഉബൈദുള്ള MLA നിർവഹിച്ചു. ഡോക്ടർ ഹുസൈൻ മടവൂർ, DCC പ്രസിഡന്റ് VS ജോയ്, മദ്യനിരോധന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ, ചീഫ് കോർഡിനേറ്റർ പ്രൊഫസർ TM രവീന്ദ്രൻ, മദ്യനിരോധ മഹിളാ വേദി സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ OJ ചിന്നമ്മ, ഖദീജ നർഗീസ്, PR കൈമൾ, സിദ്ദീഖ് മൗലവി തുടങ്ങിയവരും സംസാരിച്ചു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.